ടു താടിയും പൊട്ടും ടോക്സ് ഗൈസ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം സ്വദേശികളായ പ്രദീപിന്റെയും സൂര്യയുടെയും 11 മാസം പ്രായമുള്ള കുഞ്ഞും 4 വയസ്സുള്ള ഒരു കുഞ്ഞും രണ്ടുപേരും വീടിനകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയൽവാസിയായ ഒരാള് ചാണക വെള്ളവും മത്സ്യത്തിന്റെ വേസ്റ്റും മിക്സ് ചെയ്ത വെള്ളം ഈ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഒഴിച്ചു. അപ്പൊ ആ സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ. അയാൾ ഇത് എന്തിനാണ് ചെയ്തതെന്നും ഇവർക്ക് അറിയില്ല. കുട്ടികൾ അതിന്റെ ഒരു ഷോക്കിലാണ്, ഇൻഫെക്ഷനും പനിയും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ ഭയങ്കര ചീത്തവിളിയും ബഹളം കേട്ടു. അപ്പം ഞങ്ങൾ എന്താണെന്നറിയാം, കുഞ്ഞുങ്ങളവിടെ ഹോളിൽ ഫുഡ് കഴിക്കാൻ അവിടെ അവരെ ഇരുത്തിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയതും വെള്ളം വരുന്ന കണ്ടു. നോക്കിയപ്പോൾ ഒരുമാതിരി സ്മെല്ലുള്ള വെള്ളം. കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഷോക്കാവുക, അവർ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ തന്നെ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തു, ചൈൽഡ് ലൈനിലും പരാതി കൊടുത്തു. ഞങ്ങളെ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താൻ തന്നെയാണ് ശ്രമിച്ചത്. കാരണം അയാൾക്ക് ഈ ഇത്രയും ഫോഴ്സിൽ വെള്ളം ഒഴിക്കണം, അയാൾ മതിലിൻ്റെ പുറത്ത് കയറാതെ ഒഴിക്കത്തില്ല. അപ്പോൾ അങ്ങനെ മതിലിൻ്റെ പുറത്ത് കയറിയ ജനാല വഴിയാണ് ഒഴിച്ചത്. അപ്പോൾ കുഞ്ഞുങ്ങൾ എന്തായാലും ഇരിക്കുന്ന അയാൾ കണ്ടാണ്. കുഞ്ഞുങ്ങളെ കൊല്ലാൻ തന്നെയാണ് അയാൾ ശ്രമിച്ചത്. അല്ലാതെ വെറും 11 മാസം പ്രായമുള്ള ഒരു കുഞ്ഞും 4 വയസ്സുള്ള ഒരു കുഞ്ഞും വീടിനകത്ത് അവരുടെ വീട്ടുകാരുണ്ട്. ഈ കുഞ്ഞുങ്ങള് അകത്തിരുന്ന് ചൂട് കാരണം ഹാളിലിരുന്ന് താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഈ വാറവിള ഷാജി എന്ന് പറയുന്ന അയൽവാസി അപ്പുറത്തുനിന്ന് വിൻഡോ കൂടെ എന്തായാലും കണ്ടു കാണുമെന്നാണ് വീട്ടുകാർ പറയുന്നത്. മനഃപൂർവ്വം ഈ കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള ഒരു ഉദ്ദേശം കൊണ്ട് ഇങ്ങനെ ജല്ലേക്കൂടെ അല്ലെങ്കിൽ മതിലിൽ കയറി ഇത്രയും ഫോഴ്സിലാണ് അത് ഒഴിച്ചത്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മേലെല്ലാം അത് വന്ന് വീഴുകയും ഭക്ഷണത്തിലും ശരീരത്തിലെല്ലാം വന്ന് വീഴുകയും ആ ഫോഴ്സിന്റെ ഒരു ഇതുകൊണ്ട് തൊട്ടടുത്ത ബാത്റൂമിന്റെ അവിടേക്ക് വരെ ആ ഒരു ചാണകവും മത്സ്യത്തിന്റെ വേസ്റ്റും ഒക്കെ മിക്സ് ചെയ്ത വെള്ളം പോയി എന്നാണ് കേൾക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ആദ്യമായിട്ട് കേൾക്കണം, അതും കുഞ്ഞു മക്കളുടെ അടുത്ത്. അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പറയുന്ന വീട്ടിലെ പ്രദീപും ഭാര്യ സൂര്യയും വീട്ടുകാരൊക്കെ പുറത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലോ വൈരാഗ്യോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരെ മേത്ത് അത് ഒഴിക്കായിരുന്നു. ഇത് കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ടായിരിക്കാം ഇത് ചെയ്തതെന്നാണ് ഇവർ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. ഈ കൊച്ചുമക്കളുടെ അടുത്തൊക്കെ ഇതുപോലെ ഇത്തരത്തിലുള്ള പ്രവണതകളൊക്കെ ചെയ്യാൻ എങ്ങനെയാണ് കഴിഞ്ഞത്? യഥാർത്ഥത്തിൽ ഒരു സൈക്കോ തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് ബാക്കി കൊണ്ടിരിക്കും. രണ്ടുപേരും ഒരുമിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ചൂടായതുകൊണ്ട് ഹാളിൽ ഇരുന്നാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഫുഡ് കൊടുത്തോണ്ടിരുന്ന സമയത്താണ് ഈ പ്രശ്നം നടക്കുന്നത്. പുള്ളി അവിടെ കിടന്ന് ഭയങ്കര അനാവശ്യമായിട്ട് ചീത്തവിളിയും ബഹളമൊക്കെ ആയിരുന്നു. ഇതേ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ഇതേ സമയത്ത് തന്നെയാണ് ആ സ്പോർട്സിൽ തന്നെയാണ് പെട്ടെന്ന് ഈ വേസ്റ്റ് വെള്ളം എന്ന് പറയുന്നത് അയാൾക്ക് താറാവ് വളർത്തും കോഴി വളർത്തും, അവിടെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് എടുത്ത വെള്ളമാണ് ഭയങ്കര ഫോഴ്സ് ആയിട്ട് പിള്ളേർ നിൽക്കുന്നത് കണ്ടിട്ടും അവരുടെ ദേഹത്തൂടെ മനഃപൂർവ്വം എടുത്ത് ഒഴിച്ചത്. അതിനകത്തൊരു ബാത്റൂം ഉണ്ട്, ആ ബാത്റൂമിന് വരെ തെറിച്ചങ്ങ് പോയി ആ വെള്ളം. അത്രയും സ്പീഡിലാണ് ആ വെള്ളം ജനലിൽ കൂടെ വന്നത്. വ്യക്തമായിട്ട് കണ്ടിട്ടായിരിക്കും ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിലുണ്ടായിരുന്ന സമയത്തായിരുന്നാൽ അവർക്ക് നമ്മളെ ചെയ്യാമായിരുന്നു. അതൊന്നും ചെയ്തില്ല. ഇത് ഹാളിനകത്ത് ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചെയ്തത്. അന്നേ ദിവസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അതായത് നിങ്ങളുമായി അന്നേ ദിവസം എന്തെങ്കിലും പ്രശ്നം? അന്ന് ഞങ്ങളുമായിട്ട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അവിടെ ചീത്തവിളി വെള്ളം കേട്ടിട്ടാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ അടുത്തൊന്ന് എണീറ്റ് പോയത്. ആ സ്പോട്ടിൽ തന്നെയാണ് ഈ വെള്ളം വരുന്നത്. ഞങ്ങൾ പോലും പ്രതീക്ഷയില്ല. ഈ കുഞ്ഞുങ്ങളിരിക്കുന്ന കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടൂടെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നേർക്ക് ആവാം. പക്ഷേ ഇപ്പോഴും പനിയുണ്ട്, നല്ല പനിയുണ്ട്, ചുമയുണ്ട്, ഇൻഫെക്ഷൻ SIT കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പൊ വീണ്ടും ചുമയും പനിയും കൂടുതൽ. രാത്രി ഉറക്കത്തിലൊക്കെ ഭയങ്കര ഞെട്ടിവിളിയും കരച്ചിലൊക്കെ ആയിരുന്നു. അത്രയ്ക്ക് വലിയ അണുബാധയുള്ള വെള്ളമാണ്, അത്രയ്ക്ക് സ്മെല്ലാണ്, ഭയങ്കര സ്മെല്ലായിരുന്നു. ഒരു രക്ഷയില്ല, എന്ത് സ്മെല്ലാന്ന് പോലും അറിയത്തില്ല, അത്രയ്ക്ക് സ്മെല്ലായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ നിയമപരമായിട്ടുള്ള എന്തൊക്കെ നടപടി? ഞങ്ങളിപ്പം സ്റ്റേഷനിൽ കേസ് കൊടുത്തു, ചൈൽഡ് ലൈനിലും പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പരാതിയെല്ലാം കൊടുത്തു. ബാലാവകാശ കമ്മീഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും പരാതി കൊടുത്തു. നമ്മൾ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. വെറും ഒരു ചെറിയൊരു ബേബി 11 മാസം എന്നൊക്കെ പറഞ്ഞ് 1 വയസ്സ് ആവണേ ഉള്ളൂ. അതും അതിന്റെ 4 വയസ്സും പ്രായമുള്ള രണ്ടുപേരും താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതൊരു അയൽവാസി നിന്ന് കാണുന്നു. അയാൾ ഈ ചാണകവെള്ളം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരുപാട് എന്താ പറയാ, ഈ മത്സ്യം കഴുകിയ വെള്ളം ചാണകവെള്ളമൊക്കെ ഭയങ്കര അണുബാധ വരാൻ ചാൻസ് ഉള്ള സംഭവങ്ങളാണ്. അപ്പൊ അതും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഭക്ഷണത്തിലേക്കും കുഞ്ഞുങ്ങളുടെ മേത്തേക്കും എല്ലായിടത്തേക്കും കൂടി ഇയാൾ ഇത്രയും ഫോഴ്സിൽ ഇത് ഒഴിക്കണമെങ്കിൽ എന്തുമാത്രം ക്രൂരനായിരിക്കും അയാൾ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ വീട്ടുകാര് അപ്പുറത്തുനിന്ന് ബഹളവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതെന്താണെന്നറിയാൻ പുറത്തു പോയി നിൽക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു
വൈരാഗ്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇയാൾക്ക് ഈ വീട്ടുകാരുടെ മേത്തേക്ക് വയ്ക്കായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ എന്തിനാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കെതിരെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്. ഇപ്പം ഈ മൂക്കിലും വായയിലും ഒക്കെ ഇത് ഇതിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇൻഫെക്ഷൻ, ഇപ്പം ഈ കുഞ്ഞിന് ഇൻഫെക്ഷൻ ആയവർക്ക് പനിയായി. അത് മാത്രമല്ല ഉറക്കത്തിലൊക്കെ പേടിച്ച് ഞെട്ടി അവർ അതിൻ്റെ ഒരു ഷോക്കിന്ന്, കാരണം അവർ സ്ഥിരമായിട്ട് അവിടെ ഇരുന്ന് കഴിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ആദ്യത്തെ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ അതിൻ്റെ ഒരു ഷോക്ക് അവർക്ക് നന്നായിട്ടുണ്ട്. അവർ ഉറങ്ങുമ്പോഴും അവർ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടലോടെ കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ പറയുന്ന പോലെ ചൈൽഡ് ലൈനിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം അവർ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ പറയുന്ന പ്രതിക്ക് തക്കതായ ശിക്ഷേനെ കിട്ടുക. കാരണം ഇത്തരത്തിലുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഇനി ഒരാൾക്ക്, ഇയാളിൽ നിന്ന് മാത്രമല്ല വേറൊരാൾക്ക് വേറൊരാളോട് ചെയ്യാൻ തോന്നാതെ ഇരിക്കാനുള്ള രീതിയിലുള്ള ശിക്ഷകൾ കൊടുക്കണം. ഈ പറയുന്ന പുള്ളി കല്യാണം കഴിഞ്ഞ് 3 മക്കളുണ്ട്. അപ്പൊ എന്നിട്ടാണ് അയാൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എന്ത് മാത്രം ഒരു ക്രൂരനാണ്, അല്ലെങ്കിൽ തലയ്ക്ക് സുഖമില്ലാത്ത ആളിങ്ങനെ ആയിരിക്കും. ഇദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്? വയസ്സിനാണ്. ഇദ്ദേഹത്തിന് മക്കളൊക്കെ ഉണ്ടോ? 3 പിള്ളേരുണ്ട്. എത്ര വയസ്സുള്ള കുട്ടികൾ? 11, 12 വയസ്സും ഒരു 8, 9 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികളുണ്ട്. സ്വന്തമായിട്ട് കുട്ടികളൊക്കെ ഉള്ള വ്യക്തി തന്നെയാണ് അല്ലേ? 3 മക്കളുള്ള ഒരു പിതാവ് കൂടിയാണ്. ഇത്തരത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ പുറത്തോടുകൂടി വളരെ മലിനമായ ജലം, ചാണകവും മീനിൻ്റെ സ്മെല്ല് വരുന്നെന്ന് പറയുന്നു. താറാവ് വളർത്തുന്നവരാണ് അത്തരത്തിലുള്ള വളരെ മലിനജലം കോരിയൊഴിക്കുകയും കുട്ടികൾക്കിപ്പോൾ അണുബാധയടക്കമുള്ള കാര്യങ്ങളാണ് ഡോക്ടർ കണ്ടെത്തിയിരിക്കുന്നത്. SIT-യിലേക്ക് റെഫർ ചെയ്തിരിക്കുകയാണ്. നേമം പോലീസ് സ്റ്റേഷനിൽ ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രതി ഇപ്പോൾ ഒളിവിലാണെന്ന് അറിയുന്നു, ശരിയാണോ? ഇന്ന് 10 മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഇനി വരുമോ ഇല്ലെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് പോലീസായിട്ട് സംസാരിച്ച് എന്തിനാണ് അവർക്ക് നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി മുന്നോട്ട് പോകും. പിള്ളേരെ ഡ്രോപ്പ് ചെയ്യാൻ ഒരു തീരുമാനമില്ല. ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. കാരണം ഞങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ളതാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നേരെ ആൾ തൊട്ട് കളിച്ച് എന്തായാലും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറത്തില്ല. ഗൈസ്, അപ്പോൾ അവരിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. ഇന്ന് 10 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ വരുമോ ഇല്ലയോ എന്ന് അറിയില്ല. എന്നിട്ട് വേണം അവർക്ക് അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ. എന്തായാലും ഈ കേസ് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ്, അതിന് ഏത് ലെവൽ വരെ പോകാനും അവർ റെഡിയാണ്. കാരണം അവരുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ ഉണ്ടായ ഒരു സംഭവമാണ്. അതിപ്പോൾ ഞാനായാലും നിങ്ങളായാലും നമ്മുടെ മക്കളെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇമോഷനും ദേഷ്യവും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടും. അപ്പം എന്തായാലും യാതൊരുവിധ പ്രകോപനോ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് 3 കുഞ്ഞുങ്ങളുടെ അച്ഛനായ ഇയാള് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയാ, ഇത്രയും ക്രൂരമായ അല്ലെങ്കിൽ വളരെ മോശമായ തരം താഴ്ന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അത് ആ കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷനുമായി ഇനി അവർ വീണ്ടും അവർക്ക് ഇനി എന്തൊക്കെയാണെന്നുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യാൻ പോവാണ്. ആ കുട്ടികൾ ഷോക്കായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളൊന്നും ഇനി നടക്കാതിരിക്കട്ടെ. അതിനനുസരിച്ചുള്ള ശിക്ഷകൾ എന്തായാലും കൊടുക്കട്ടെ. അയാൾ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ അയാൾ വരികയാണെങ്കിൽ ഇനി എന്തൊക്കെയായിരിക്കും, എല്ലാം വന്നില്ലെങ്കിൽ ഇവർ അടുത്ത കാര്യങ്ങളെല്ലാം നോക്കും. അപ്പോൾ അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ.